രാവിലെ പിന്നെ ഇതൊക്കെ തന്നെ കേട്ടോ പണി. രാവിലെ വിചാരിച്ച് നല്ല വെയിലാണല്ലോ ഒന്ന് ഷൂ ഒക്കെ കഴുകി വെക്കാമെന്ന്. അങ്ങനെ ഷൂ ഒക്കെ കഴുകി ഞാൻ സോപ്പിട്ട് വെച്ചത് കഴുകി ഇനിയിപ്പോൾ ഉണക്കി വെക്കാനായിട്ട് പോവുകയാണേ. അങ്ങനെ ഉണക്കി വെക്കാനായിട്ട് പോയപ്പോഴാണ് നമ്മുടെ ആമ്പലിലൊരു മുട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ നോക്കി കുറച്ച് നേരം അവിടെ ഇരുന്ന്. പിന്നെ തുണി ഇന്നലെ കുറേ കഴുകിയിട്ടായിരുന്നു, ഇന്ന് കുറേ കഴുകിയിടാനുണ്ട്. ഇപ്പോഴത്തേ കണ്ടില്ലേ നല്ല വെയിലൊക്കെ ഉണ്ട്. രാവിലെ അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തന്നെ പണി. രാവിലെ പിന്നെ ചോറ് കാപ്പി എല്ലാം രാവിലെ തന്നെ ആവും. പിന്നെ അമ്മ ഉള്ളതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല, എല്ലാം അങ്ങ് നടന്നോളും. പിന്നെ ഞാൻ വെയിലുള്ളതുകൊണ്ട് ഷൂ ഒക്കെ ഒന്ന് വെച്ച് ഞങ്ങളുടെ ആമ്പലിൽ നമ്മുടെ താമരയില്ലേ അതിൽ നല്ലൊരു മുട്ടൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് അങ്ങനെയൊക്കെ അങ്ങ് നിന്നു. പിന്നെ വിചാരിച്ച് ഇനിയിപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ തുണി വിരിക്കാനായിട്ട് ഇനി കയറി പോകണം. ഈ സ്റ്റെപ്പൊക്കെ കയറി പോകുന്ന കാര്യം ഓർക്കുമ്പോഴതേമേ വേണ്ടായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നത് കേട്ടോ. സ്റ്റെപ്പും കയറി അങ്ങ് മുകളിൽ പോകണം തുണി വിരിക്കാനായിട്ട്, അതാ ഒരു പാട്. അങ്ങനെ ഇരുന്നപ്പോഴത്തെ കിയാരയുടെ ബാപ്റ്റിസത്തിൻ്റെ ഒരു ഫ്ലെക്സാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. ഞങ്ങളത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ആ സ്റ്റെപ്പിൻ്റെ അവിടോട്ട് വെച്ചു. പിന്നെ തുണിയെല്ലാം ഉണങ്ങി എല്ലാം ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ അതിനെ കൊണ്ടൊന്ന് വിരിച്ചാൽ മതി. അങ്ങനെ ഞാൻ അതെല്ലാം ഒക്കെ ഒന്ന് വിരിച്ചു. തുണിയൊക്കെ കഴുകി ഇങ്ങനെ വിരിച്ച് കഴിയുമ്പോൾ എന്തൊരാശ്വാസമാണ്. എന്നിട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കും, അതേമേ ഞാൻ ഇത്രയും തുണിയൊക്കെ കഴുകിയല്ലോ എന്ന്. അതെനിക്കൊന്നും ഉള്ളൊരു സ്വഭാവം. തുണി കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയം അവിടെ നോക്കും, നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിക്കാം ഞാൻ ഇത്രയും തുണിയെല്ലാം ഒന്ന് കഴുകിയല്ലോ എന്ന്. അങ്ങനെ തുണിയെല്ലാം കഴുകി അവിടെ ഒന്ന് അലക്കിയെല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് വീട്ടിൽ ഇരുന്ന് ഡ്രസ്സൊക്കെ ഉള്ളൂ ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇടുന്നുള്ളൂ. ബാക്കിയെല്ലാം അലക്ക് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ തന്നെ കേട്ടോ. കൈ കൊണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കുന്ന പോലെ വാഷിംഗ് മെഷീനിലിട്ട് എത്ര ഇട്ടെന്ന് പറഞ്ഞാലും അത്രയും ക്ലീൻ ആകത്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ കൈ കൊണ്ട് തന്നെ നല്ല ഡ്രസ്സൊക്കെ ഞങ്ങൾ കൈ കൊണ്ട് തന്നെ ഞാൻ അലക്കും. പിന്നെ ദേ താഴെ വന്നപ്പോഴത്തേനും ദേ മിക്കൂസ് കിടന്ന് കളിക്കുന്നുണ്ട്, അമ്മ അവൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.